സാധാരണ ഇന്റർവ്യൂസിലൊക്കെ ഞങ്ങൾ കാണാറുള്ളതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല. ഇത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു പീസാണ്. എനിക്ക് സ്പെഷ്യൽ വലിയൊരു പ്ലേറ്റ് മേടിച്ചു, എന്നാലും അതിന്റെ പുറത്ത് അത് ഇത്രയുള്ള പ്ലേറ്റ് ഒന്ന് ഇത്രയും വലിയ പാത്രം, എന്നിട്ട് ഇതിന്റെ പുറത്ത് ചേർന്ന് ഇടും. ബാത്റൂമാണ് പേഴ്സണലായിട്ട് ഒന്നും കാണാനില്ലല്ലോ, ബാത്റൂമാണ്. വീട്ടിലെ ഫസ്റ്റ് പള്ളിയിലെ ചെമ്പ വെഞ്ചിരിക്കാൻ വന്നപ്പോ കർത്താവിന്റെ ഫോട്ടോ കാണണല്ലോ ഫ്രണ്ടില്. പുള്ളി ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ നോക്കിയപ്പോ ഒരു പൂച്ച ഇരുന്ന് കൈയാടണുണ്ട്. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, ഇതാണോ ഇയാളുടെ ദൈവം? ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ സിനിമയിലെ ദൈവങ്ങളാണ്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനാണത്. ഇത് മമ്മൂക്കോടൊപ്പം പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ പടത്തില് ഭീമലയിൽ സാറിന്റെ വീടാണത്. അത് എപ്പോഴും അവിടെ ഉണ്ടാവും. പുള്ളി അവിടെ നിന്ന് എന്നെ നോക്കും, ഞാനിവിടെ നോക്കും. ഇതുവരെയായിട്ടും ചാൻസ് തന്നിട്ടില്ല. ഞാൻ ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. ഒരു റൂം ഇത്ര ഗംഭീരമായിട്ടൊക്കെ അടക്കി ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും കൂടെ മറ്റേ പണ്ട് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്ത് മറ്റേ ഗംഗ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് കാണുമല്ലേ, ആ അവസ്ഥയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും. ദേടാ ഇത് നോക്കടാ ഇത് നോക്കടാ എന്ന് പറഞ്ഞാൽ അവിടെ ഓരോന്നും പൊക്കി പൊക്കി എടുക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരോട്, അറിയാമോ? എസ്പെഷ്യലി ഇപ്പൊ മത്തൊക്കെ ആണെങ്കിലും ചേട്ടൻ മെയിൻ കഥാപാത്രമാണ്, ലീഡ് ക്യാരക്ടറാണ്. പക്ഷെ അതിന് നമ്മൾ ഞാൻ പറയും ഈ ആനനെ കണ്ടിട്ട് ആട് കൊതിക്കരുത്, ആടിൻ്റെതായ രീതിയിലുള്ള ഇതുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പ്രതീക്ഷ വെച്ചിട്ടൊന്നുമല്ല. ഇനി എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു വിവാദമായിട്ടുള്ള റോളത് ആണോ? ഹോം ടൂർ കണ്ട എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ജൂൺ 21-ാം തീയതി തിയേറ്ററുകളിൽ പോയി മത്ത സിനിമ കാണണം. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രി വൺ, വെൽക്കം ടു സെലിബ്രിറ്റി ഹോം ടൂർ. അപ്പോൾ നമ്മളിന്നുള്ളത് ടിനി ചേട്ടൻ്റെ വീടിന് മുന്നിലാണ്. ആലുവ പുഴയുടെ തീരത്ത് വളരെ മനോഹരമായ ഒരു വീട്. അപ്പോൾ വീടിന് ഉള്ളിലേക്ക് കയറാൻ സാധാരണ നമ്മൾ ഈ ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീടിനകത്ത് എന്തൊക്കെയാണ് കാണാമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് പുറത്തുനിന്നേ കാണുമ്പോഴത്തേക്കും എന്ത് ഭംഗിയാണ്, ഇവിടെ എന്ത് രസമാണെന്ന് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഊഞ്ഞാലൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഏതായാലും ടിനിച്ചേട്ടനകത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിനിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് വിശേഷമുണ്ട്. ടിനിച്ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. മത്തെന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ പാട്ടിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ചേട്ടനകത്തുള്ളത്. നമുക്ക് ചേട്ടനെ കാണാം. അപ്പൊ ടിനിച്ചേട്ടാ, അടിപൊളി വീട് കേട്ടോ. ഞാൻ ആദ്യം പറയാറുന്നേ, സാധാരണ നമ്മൾ വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇരിക്കണോ ചേട്ടനെ, ഇരുന്നോ? പക്ഷെ ചേട്ടൻ ഞാൻ അധികം നേരം ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഞാൻ അധികം നേരം ഇവിടെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയായിരുന്നു, സാധാരണ നമ്മൾ വീടിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇത് പുറത്തേ അകത്തേക്ക് കയറാൻ തോന്നുന്നില്ല, അത്രയും സാധനങ്ങൾ പുറത്ത് തന്നെയുണ്ട്. ഓ, ഭയങ്കര എളിമയാണ് ചേട്ടന്. ചേട്ടാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? അതായത് ചേട്ടന് കരകര ഒച്ച വെച്ചിട്ട് ചേട്ടന് പാട്ട് പാടാൻ പറ്റുമെന്ന് ചേട്ടൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടുമ്പോ ശബ്ദം വേണമെന്നില്ല, പാടുക എന്നുള്ളതാണ്. ശബ്ദമാണ് ഇപ്പൊ വീണക്കും പാടാൻ പറ്റും. അതെ, അത് കറക്റ്റാ. അപ്പൊ ഏതായാലും പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ എനിക്ക് വീടൊക്കെ ഒന്ന് കാണാൻ തിരക്കായി ചേട്ടാ, ഒന്ന് കണ്ടാലോ? ഇന്റീരിയർ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെയോ? ഇത് നമ്മൾ തന്നെ ചെയ്യണതാണ്. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത് വെച്ചിട്ട്, ഞാനും വൈഫും കൂടി കളക്ട് ചെയ്യുന്നത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് എവിടെന്നാ കളക്ട് ചെയ്തത്? ബിനാലയില് ഒരാള് ട്രൈ ചെയ്തു, ഫുഡ് കൊച്ചിയിലുള്ള ഒരു കലാകാരനാണ്. പുള്ളിക്ക് അവിടെ ചാൻസ് കൊടുത്തില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന പറഞ്ഞാല് സ്വന്തമായിട്ട് ഈ സാധനം ഉണ്ടാക്കി വെച്ചു. ബിനാലെ നടക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇപ്പോൾ അയാളുടെ ഷോപ്പിലേക്ക് പോകാൻ തുടങ്ങി. ഇതിപ്പോ ബസ്ലിക്കപ്പള്ളിയിൽ മാത്രമാണ് പുള്ളി കൊടുത്തേക്കണത്. അതിനുശേഷം ടിനിച്ചേട്ടന്റെ വീട്ടിലാണുള്ളത്. നടയിൽ വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും കൊള്ളാം ചേട്ടാ, നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടാലോ? കാണാൻ എന്താ മ്യൂസിയം ഒന്നുമില്ല ചേട്ടാ, ഭയങ്കര തമാശക്കാരായിട്ട്. ഇതൊക്കെ ചേട്ടാ, ഇതെന്താ ഇത് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ നമ്മളിങ്ങനെ വെക്കാൻ കാര്യം എന്താ? ഒരു അറബ് സ്റ്റൈലാണത്. ഇൻസ്പയർഡ് ആയതാണ്. ചേട്ടൻ ഇൻസ്പയർഡ് ആയതോ ഭാര്യ ഇൻസ്പയർഡ് ആണോ? അത് ചേട്ടനാണ്. ഓക്കെ. എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയോ? നമ്മൾ ഇറങ്ങാൻ നേരത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് കണ്ണാടി കണ്ടൊന്ന് കൂടുതൽ കോൺഫിഡൻസ് വരുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ നമ്മളിങ്ങനെ കണ്ണാടി ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്? വൈഫിനെ പിടിച്ചിറക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് സത്യം, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, നമുക്കിനി ഈ മുറിയുടെ അകത്തേക്ക് ഇത് അങ്ങനത്തെ ഉള്ള റൂമൊന്നുമല്ല. ഇത് ഞാൻ വരുമ്പോ തന്നെ. പക്ഷെ ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകത കണ്ടെന്താണെന്നറിയോ? ഭയങ്കര പ്രൈവസിയാ. ഇത് ഇവിടെ തന്നെ ആണെങ്കിൽ പോലും ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് കയറി പോകുന്നു. ഇതെന്റെ ഡ്രൈവറിനുള്ള മുറിയാണ്. ആണോ? അപ്പൊ സ്ഥിരമായിട്ട് അവൻ വരികയാണെങ്കിൽ പിന്നെ ഞാൻ എഴുതുന്നതും
സ്ക്രിപ്റ്റുകളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതൊക്കെ ഡ്രൈവർ എടുത്ത് വെച്ചാണോ അതോ ചേട്ടാ സ്വന്തമായിട്ട് അല്ലല്ല, ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ കളക്ഷനാണ്. ഈ ബുദ്ധ നമ്മുടെ ഈ വീട്ടിലെല്ലായിടത്തും കാണാൻ പറ്റും. ഒരു പീസ് മുഖം കാണുമ്പോൾ പീസ്. അതൊരു വൈഫിനും ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധയുടെ ഒരു ഇത്. ആണോ? ആ ബുദ്ധനോട് ഒരു അടുപ്പുണ്ട്. കൊള്ളാം. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ സിനിമയിലെ ദൈവങ്ങളാണത്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനാണത്. ഇത് മമ്മൂക്കോടൊപ്പം പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ പടത്തില് ചെയ്ത ഒരുമിച്ച്. ഇത് ചേട്ടൻ തന്നെ ചെയ്താണോ അതോ ആരെങ്കിലും ചേട്ടൻ ഗിഫ്റ്റ് ചെയ്താണോ? അല്ലല്ല, ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആ മുറി കഴിഞ്ഞു. ഈ മുറിയുടെ ബാത്റൂമാണ്. ഇത് ബാത്റൂമാണ്. പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ, ബാത്റൂമാണ്. ബാത്റൂമില്. ഓക്കെ, അങ്ങനെ നമ്മള് ഡൈനിങ് ഹാളിലേക്ക് വന്നു അല്ലേ? വീട്ടില് ഫസ്റ്റ് പള്ളിയിലെ ചെമ്പെഞ്ചിരിക്കാൻ വന്നപ്പോ കർത്താവിന്റെ ഫോട്ടോ കാണണല്ലോ ഫ്രണ്ടില്. പുള്ളി ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ നോക്കിയപ്പോ ഒരു പൂച്ച ഇരുന്ന് കൈയാടണുണ്ട്. ശരിയാണല്ലോ. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, ഇതാണോ ഇയാളുടെ ദൈവം? വേറെ ഒന്നും കാണണല്ല. അപ്പൊ നമ്മൾ എല്ലായിടത്തും ദൈവത്തിന് വെച്ച് നടക്കണ്ട, ഒരൊറ്റ ഒരു സ്ഥലത്ത് മതി. സത്യം, മതി മതി. അത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥന ഒരു ദിവസം തുടങ്ങുന്നതും ഒരു യാത്ര പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ നന്ദി പറയുന്ന ഒരു സ്ഥലം ഇതാണ്. ചേട്ടൻ ഇവിടെ പാട്ട് പാടാറുണ്ടോ? ഇല്ലേ? ഈ പാട്ടിന് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഈ പാട്ട് ഞാനങ്ങ് ഒച്ച എടുത്ത് അങ്ങ് പാടി. അപ്പൊ നമുക്ക് ഇവിടെ പുന്നാരിച്ച് വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. അപ്പൊ ഈ വർക്കി സൗണ്ട് കേട്ടിട്ട് മുകളിലേക്ക് ഓടിപ്പോയി. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ എന്നെ കാണുമ്പോണ്ടല്ലോ എന്ന് പറഞ്ഞാല് ഏതാണ്ടേ ഭയങ്കര ശത്രുവിനെ കാണുമല്ലോ. 3 ദിവസം ഇറങ്ങിയില്ല. എന്നിട്ട് വൈഫ് പറഞ്ഞു, ദയവ് ഏത് പാടൻ ഏതെങ്കിലും റൂം അടച്ചിട്ട് പാടുക, പൂച്ചക്ക് ശല്യം. ആളിവിടെ ഉള്ളിലുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? വർക്കി, വർക്കി, വർക്കിയുടെ മമ്മീനെയും കൂടെ കാണട്ടെ. വർക്കിയുടെ മമ്മിയുടെ വിശേഷങ്ങൾ കേൾക്കണം. ടിനിച്ചേട്ടാ വർത്താനം പറയില്ല. ടിനിച്ചേട്ടന്റെ ഭാര്യയാണിത്. ടിനിച്ചേട്ടന്റെ ഭാര്യ ഓടിപ്പോകുന്നില്ല. ടിനിച്ചേട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിരുന്ന സത്യമാണോ എന്ന് ഇപ്പൊ അറിയണം. എന്റെ വൈഫ് വീണയുടെ എല്ലാ ഇന്റർവ്യൂസും കാണാറുണ്ട്, ഇഷ്ടമാണെന്ന്. ചേച്ചി സത്യമാണോ ചേച്ചി? ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അല്ല, ഓൺലൈനിലെ മഞ്ജു വാര്യരെന്നാണ് പുള്ളിക്കാരി പറയണത്. ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇത്തിരി ഓവറാണെന്നും പറയണ്ടേ ചേച്ചി? അല്ല, ഡോർ അടയ്ക്കാൻ പോയതാ, ഇത് ഓടിപ്പോയപ്പോഴത്തേക്ക്. ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പൂച്ചയാണെന്ന് ചേട്ടൻ പറയുന്നത് സത്യമാണോ? അതെ, അതല്ല, ഇവര് പുറത്തു പോയവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം. ഈ വർക്ക് എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 5 വർഷമായി. 5 വയസ്സ്. 5 വയസ്സായി. ഇത് എവിടുന്ന ചേച്ചി ഇയാളെ കൊണ്ടുവന്നേ? ടിനിയുടെ ഫ്രണ്ട് സമ്മത് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ വീട്ടിൽ വന്നപ്പോ. ആണോ? ഈ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് വെക്കണ ചേച്ചിയാണോ അതോ ടിനിച്ചേട്ടനെ കൂടാറുണ്ടോ? ടിനി ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് പുറംപടിയാണ്. അകത്തേക്ക് കേറ്റാറില്ല. അകത്ത് വലിച്ചുവരിടാൻ റെഡിയാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മേശയിലും തന്നെ ഇരുത്തൂല. ഞാൻ പറഞ്ഞു ഇത് കാശ് കൊടുത്ത് മേടിച്ചേക്കണേ എനിക്കിരിക്കാനാണ്. ഇവരുടെ പ്രശ്നം എന്ന് പറയട്ടെ, നല്ല പ്ലേറ്റ് നല്ല ഇതൊന്നും തരൂല. ആന്ന്. എന്നിട്ട് ഞാനതൊക്കെ എടുത്ത് കുടിക്കും. നല്ല പ്ലേറ്റ് എടുക്കും, നല്ല ഗ്ലാസ് എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വേണ്ടി, എനിക്കുള്ള സ്ഥലം മേശ ഏതാന്ന് അറിയില്ല. അതാണ് അടുക്കളയിലൊരു ചെറിയ ടിനി കഴിക്കുമ്പോ ചുറ്റിനിടും. അപ്പൊ ഞാനല്ലേ ഇപ്പം 3 നേരം ക്ലീൻ ചെയ്യണ്ടേ. എന്നിട്ട് എനിക്ക് സ്പെഷ്യൽ വലിയൊരു പ്ലേറ്റ് മേടിച്ചു, എന്നാലും അതിന്റെ പുറത്ത് അത് ഇത്രയുള്ള പ്ലേറ്റ് ഒന്ന് ഇത്രയും വലിയ പാത്രം, എന്നിട്ട് ഇതിന്റെ പുറത്ത് ചേട്ടനിടും. ഇവിടെ ചേട്ടനെ നമ്മള് മറ്റേ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ചേട്ടൻ വലിയ നല്ല പാത്രത്തിലൊക്കെ ചോറിടുന്ന ചേട്ടൻ. അല്ല, എന്താ പറയട്ടെ, ചൈനീസ് കൾച്ചർ ഞാൻ പറഞ്ഞില്ല, ഓരോ രാജ്യത്തിന്റെ ഓരോ കളക്ഷൻ ഉണ്ട് ഇവിടെ. ചൈനീസ് ആൾക്കാർ ഭക്ഷണം കഴിച്ചാൽ ചുറ്റും ഇടണമെന്നാണ് സന്തോഷമായി എന്ന് അറിയിക്കാൻ. അപ്പൊ അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തേക്കണത് അതാണ്. ഇതിനെന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ നടക്കൂലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു ചേച്ചി മനഃപൂർവ്വം ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചാണ്. അപ്പൊ ഇത് മറ്റു പ്ലേറ്റ് ഒക്കെ ഈ അരിയത്ത് ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ പുറത്തേക്ക് കൊണ്ടിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം. അപ്പൊ എനിക്ക് പ്ലേറ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഡയമണ്ട് ഇതൊക്കെ ഉള്ള ആലേഖനം. ഞാൻ നോക്കിയപ്പോ ജയിലിലൊക്കെ കൊടുക്കില്ല. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ? ഗസ്റ്റ് ബെഡ്റൂം ആണ്. ചേട്ടാ നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ചേച്ചി പാത്രം കാണാനൊന്നുമില്ല ഇവിടെ നിന്ന്, ഇത്രേ ഉള്ളൂ. കാണാനും വേറെ ഒന്നുമില്ല, വേറെ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അധികം ഫിറ്റിംഗ്സ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. പക്ഷെ ചേട്ടാ മിനിമലിസം എന്ന് പറയുന്നതാണ് പുതിയ ട്രെൻഡ്. ഇങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. എനിക്ക് മറ്റേ ഫോൾ സീലിംഗ് അതൊന്നും ഇഷ്ടമല്ല. അത് ഈ ഒരു സിമ്പിൾ വീട് പോലെ ഇരിക്കണം. 7 സ്റ്റാർ ഹോട്ടൽ പോലെ ഇരുന്നത് ശരിയാവില്ല. എന്റെ കാര്യം പറഞ്ഞ കേട്ടില്ല, എനിക്ക് മൊത്തം വൃത്തികേടായിട്ട് കിടക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞ ഗസ്റ്റ് ബെഡ്. ഇവിടെ അമ്മ വരിക, എന്റെ അമ്മയുണ്ട് അവളുടെ അമ്മയുണ്ട്. ഞങ്ങൾക്ക് അമ്മമാര് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മമാര് ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വന്ന് നിൽക്കും ഷിഫ്റ്റ് ആയിട്ട്. അവർക്ക് കൊടുത്തേക്കുന്ന മുറി, അവർക്കുള്ള മുറിയാണത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അപ്പൊ ഇവിടെ വല്ല ഗസ്റ്റ് വരുമ്പോ മാത്രമായിരിക്കും അല്ലേ ഭക്ഷണം കിട്ടുള്ളൂ? ഇവിടെ ഇങ്ങനെ ഈ ക്രിസ്മസിന് കേക്ക് മുറിക്കുക, ബർത്ത്ഡേ വരുമ്പോ കേക്ക് മുറിക്കുക.
അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യൂല. ഞാൻ പക്ഷെ വന്നിരിക്കട്ടെ ഇവിടെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചേച്ചി ഭയങ്കര ക്ഷമയുള്ള ആളാണോ? കുറച്ചധികം ക്ഷമയുള്ള ആളാണല്ലേ. ഈ ഭർത്താവിനെ മെരുക്കിയാണോ ക്ഷമ പഠിച്ചത്, അതോ കൊച്ചിനെയായിരുന്നോ? ഭർത്താവും കൊച്ചും ഇപ്പൊ കൊച്ചു പക്ഷെ പറഞ്ഞിപ്പോ അവൻ പഠിച്ചിട്ടുണ്ട്. ടിനിയാണ് വലുതായി പോയില്ലോ, പിന്നെ ശരിയാവൂല. ചേച്ചിക്ക് ടിനിച്ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? അത് പഴയൊരു സിനിമ കാളിയാന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. വിളിച്ചാ പോവോ? ഇല്ല, ഞാൻ ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ചേച്ചിയോട് ചോദിക്കട്ടെ മാസ്റ്റർ ബെഡ്റൂം വിശേഷങ്ങളൊക്കെ. ചേട്ടനെ ഇന്റർവ്യൂസിലൊക്കെ ഞങ്ങൾ കാണാറുള്ളതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല. ഇത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു പീസാണ്. അതുകൊണ്ട് ഓക്കെ. ഇതൊക്കെ ചേച്ചി എവിടെന്നെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണോ? ഇപ്പൊ ഞങ്ങൾ കുറെ വർഷമായില്ലോ, അപ്പൊ ഓരോ കളക്ഷൻ എടുത്ത് ചെയ്ത് അങ്ങനെ ആണ്. ഇവിടെ ചേച്ചി ഏറ്റവും യുണീക്ക് അല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് കൊണ്ടുവന്ന ഒരു സാധനം എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ അവിടുന്ന് എനിക്ക് നമ്മൾ റെനോവേറ്റ് ചെയ്തിട്ടില്ല. ഏതൊരു ഇത്തിരി പഴക്കമുള്ള വീടായിരുന്നു. അപ്പൊ വന്നിട്ട് ഇനി റെനോവേഷൻ തുടങ്ങണം. പക്ഷെ അതിനോട് മടിച്ച് നിൽക്കണേണ്. പക്ഷേ റെനോവേഷൻ ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ ചേച്ചി, എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഈ വാൾപേപ്പർ നമ്മൾ ഇവിടെ വന്നപ്പോ ചെയ്താണ്. ചേച്ചിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ചെയ്തതാണോ? ഇല്ല, ടിനി സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ അതിന് മാച്ച് ചെയ്യണ ബെഡ്ഷീറ്റ് ഒക്കെ പോയി പർച്ചേസ് ചെയ്തുകൊണ്ടിരും. അത് ഞാൻ BTS ഫാനാണ്. ഞാനും മോനും ഇത് കേട്ടാറില്ല, പക്ഷെ ഇവിടെ വെച്ചേക്കണ നോക്കി കാണപ്പെട്ട ദൈവങ്ങളായിട്ട് വെച്ചേക്കാണ്. BTS K-drama, K-pop ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചേട്ടന് അടുക്കളയെ കുറിച്ച് എത്രമാത്രം വിവരം ഉണ്ടെന്ന് നമുക്ക് നോക്കിട്ട് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുന്നുണ്ടോ? അല്ല, എനിക്ക് അടുക്കളയിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ഞാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ എനിക്ക് സീറ്റില്ല. ഇവിടെ ആളുണ്ട്. ഇവിടെയാണ് സാധാരണ ചായ കുടിക്കുന്നതും കാലത്ത് ഒരു ദിവസം തുടങ്ങണതും ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ശരി, അതുകൊണ്ടാണ് ഫോണിന്റെ മറ്റേ ഹോൾഡർ വരെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാ പരിപാടിയും ഇവിടെ തന്നെയാണ്. വൈകിട്ട് ചായ കുടി എല്ലാം ഇവിടെ തന്നെയാണ്. നമുക്കിനി മുകളിലേക്ക് വല്ല ചേട്ടാ. കയറി വരുമ്പോൾ തന്നെ കുറെ ഓർമ്മകളുണ്ടല്ലോ ചേട്ടാ. പോയ സ്ഥലങ്ങളൊക്കെയാണത്. ഇതിൽ ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ ഏതാ? റൂം എനിക്ക് ഭയങ്കര അത് സ്വപ്നം വരുന്നുണ്ട്. റൂമിൽ വത്തിക്കാൻ പോണതാ. അത് ശരി. പോപ്പിനെ കാണാൻ പറ്റി നേരിട്ട്. ആണോ? അതെ അതെ. ഇത് എവിടെ അങ്ങനെ കാണാൻ പറ്റാത്ത സാധനമല്ലോ. ഇത് ചേട്ടന്റെ വീട്ടിൽ നിന്ന് എങ്ങാനും കൊണ്ടുവന്നോ? അല്ല, ഇതൊരു സിനിമയിലാണ്. കളി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഇട്ടിരുന്ന ഒരു സാധനമാണിത്. അപ്പൊ അതിന്റെ ആർട്ട് ഡയറക്ടർ എനിക്ക് തന്നതാണിത്. ഇത് ഭയങ്കര വിശാലമായ ഷോറൂം തന്നെയാണല്ലോ ചേട്ടാ. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. മകൻ ഗിറ്റാർ വായിക്കും. അപ്പം പ്രാക്ടീസ് ചെയ്യും. ഇവിടെ പാട്ട് പാടാറുണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവര് വരുമ്പോ പാടാറുണ്ട്. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടോ അവന്? അങ്ങനെ വരാറുണ്ട്. ഒരുമിച്ച് വന്ന് കൂടാറുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയുള്ള മറ്റേ കസിൻസ് ഒക്കെ വന്നാലും ഇവിടെ ഇരുന്ന് അടിച്ചു വിളിക്കും. ചേട്ടാ, ഈ ആലുവ പുഴയുടെ തീരത്തെ വീട് വാങ്ങണം എന്നുള്ള ചേട്ടന്റെ ആഗ്രഹമായിരുന്നു? കായലും കടലും ഈ പുഴയും ഇതൊക്കെ. ഞാൻ ശരിക്കും ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ്. അത് ശരി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പുറത്ത് തന്നെ എന്തോ ഒരു ഭംഗിയാ കാണാനായിട്ടും കണ്ടിരിക്കാനും ഒക്കെ അല്ലേ. പിന്നെ വേറൊരു കാര്യം ഉണ്ട്. അവിടെ നേരെ കാണുന്നത് ഒരു സൂപ്പർ ഡയറക്ടറിന്റെ വീടാണ്. സിബി മലയിൽ സാറിന്റെ വീടാണത്. കാണുന്നതോ? അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടാവും. പുള്ളി അവിടെ നിന്ന് എന്നെ നോക്കും, ഞാൻ ഇവിടെ നിന്ന് നോക്കും. ഇതുവരെയായിട്ടും ചാൻസ് തന്നിട്ടില്ല. ചിലപ്പോ ഇത്ര അടുത്തുള്ളത് കൊണ്ടായിരിക്കും ചേട്ടാ തരാത്ത. അത് ഞാൻ ഇവിടെ നിന്ന് വഞ്ചിക്ക് പോകും അവിടെ. എന്നിട്ട് അവിടെ പോയി വെള്ളത്തിൽ നിന്ന് ചാൻസ് വയ്ക്കും. ചേട്ടൻ എന്തെങ്കിലും വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ടോ? വർക്കൗട്ട് ചെയ്യാറ്. അത് ഇവിടെ ഇരുന്നാണോ അതോ ഇവിടെ നിന്നല്ല. ഇതിപ്പോ അവിടെയൊക്കെ പോകാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യുന്ന കോവിഡ് സമയത്ത് വാങ്ങിച്ചാണോ? കോവിഡ് സമയത്ത് ഇത് പറഞ്ഞില്ലേ, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അത് ഇതുപോലത്തെ സ്ഥലം ആയതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ല. പുറത്ത് ഗ്രൗണ്ടിൽ പുഴയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഈ ലൈറ്റോ ഇതൊക്കെ മറ്റേ നമ്മൾ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന ലൈറ്റ് ആണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഈ കൊളോണിയൽ സ്റ്റൈല്. ഇതൊക്കെ നമ്മുടെ വീട് പണിതപ്പോ തന്നെ വാങ്ങിച്ച സാധനങ്ങളോ? ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആണ്, വീട് വാങ്ങിച്ചപ്പോ തന്നെ ഉള്ള സാധനങ്ങളാണ്. കൊള്ളാം. ഇതൊക്കെയോ ഈ ഫോട്ടോസ് ഒക്കെ പടങ്ങളൊക്കെ? ഇത് കൈകൊണ്ട് പെയിന്റ് ചെയ്യുന്നത് ഫ്രീ ഹാൻഡ് പെയിന്റിംഗ് ആണ്. രോഹിത് നായർ എന്ന് പറഞ്ഞൊരുത്തൻ വരച്ചതാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ലേറ്റസ്റ്റ് അല്ല. ഇവരെ കണ്ടില്ല, കുഞ്ഞാണ്. 3-4 വർഷമായി. ഇതാരേ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്? ഞാൻ കയറിയിട്ടുണ്ട്. അറിയില്ലേ, നമ്മൾ ചെയ്ത കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അതിന്റെ ജഡ്ജായിരുന്നു ഞാൻ. അപ്പൊ അത് അങ്ങനെ കയറിയിരിക്കുന്ന ഒരു TV ഷോയേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ. നമ്മൾ 24 മണിക്കൂർ. അല്പം വൈകിയാണ് അറിഞ്ഞത്. കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. മോന്റെ മുറിയോടാ? മോന്റെ മുറി എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യം കൂടെ പറയട്ടെ. സാധാരണ ആൺമക്കളുള്ള വീടുകളിലേക്ക് നമ്മൾ ഒരു ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മുറി ആദ്യം അടച്ചിടും. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ ചേട്ടനോട് പറഞ്ഞ മോന്റെ മുറി ഏറ്റവും ഭംഗിയായിട്ട് അവൻ വെച്ചിട്ടുണ്ടെന്ന്. അവിടെ നമ്മളെ കയറ്റൂല. വൈഫിനെ ഇപ്പൊ പറഞ്ഞ ഈ ഷൂട്ട് കിടക്കുമ്പോൾ എനിക്കൊന്ന് കാണണോട്ടാന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ കയറല്ല, അവൻ കയറ്റൂല.
അതെന്ന് പറഞ്ഞാൽ ഞാൻ ആനിമേഷൻ ഗ്രാഫിക്സാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അവള് ചെന്നിട്ട് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ പാടില്ല. ഈ ലാപ്ടോപ്പ് വെക്കേണ്ടത് ചിലപ്പോ പാന്റിന്റെ കൂടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൂടെ കൊണ്ടുപോകും. ഈ കണക്ഷൻ അവിടെ ഉണ്ട് അല്ലട്ടെ. ആ ഭയങ്കര ക്രിയേറ്റീവായ ഒരു മകനാണ് അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ഇതൊക്കെ ഞാൻ രാത്രി പേടിച്ച് കരഞ്ഞേന്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഞാൻ തന്നെ മര്യാദ കണ്ടത് ഇപ്പോഴുണ്ട്. ടാരറ്റ് റീഡിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താന്ന് നിങ്ങൾക്ക് വല്ല അറിയാവോ? എല്ലാം അറിയാം. ആണല്ലേ? എന്തൊക്കെ മറ്റേ ഹോജോ ബോർഡൊക്കെ ഉണ്ടാവും ചിലപ്പോ. തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കണ്ടത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇവിടെ സത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് ഇതെന്ത് പുസ്തകം? അല്ല വല്ല എന്റെ ദൈവമേ, ഹോം ടൂറിന് വന്ന് ഞാനിവിടെ നശിപ്പിച്ചു. അല്ല കണ്ടിട്ട് വല്ല ബ്ലാക്ക് മാജിക് ആണെന്നൊക്കെ തന്നെ. തലോട്ടി ഉണ്ട്, ഇതുണ്ട്, ലൈറ്റ് ഉണ്ട്, ആ വിളക്ക്, ഇവിടെ പൂജ എല്ലാം നടക്കുന്നത്. ഇതെന്താ ടാരോട്ട് റീഡിങ്? ഫാൻറ്റം ടാരോട്ട്. ഇത് എന്തൊക്കെ കൂടുതലോടും സത്യം പറയാം. ഒരു മകന്റെ മുറിയിൽ വന്നിട്ട് വേദന കൊള്ളുന്ന അച്ഛൻ. ഇടയ്ക്കെന്താ പറയട്ടെ, രാത്രി 12-1 മണിക്കൊക്കെ ഇവിടെ നിന്ന് പാട്ട്, ഇവനുണ്ടാവില്ല ഇവിടെ, പക്ഷെ ഇവിടെ നിന്ന് പാട്ട് കേട്ടിട്ട് പേടിച്ചിട്ടുണ്ട്. ആ സത്യമായിട്ട് പറയാണ്. എന്താ ചിലപ്പോ പുറത്തുനിന്ന് അവൻ ഓപ്പറേറ്റ് ചെയ്യണായിരിക്കും. അല്ല പേടിച്ചിട്ടില്ലേ? ബാബാ കേക്കട്ടെ എന്താ അലക്സയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ചില സമയത്ത് ഇവൻ പുറത്തായിരിക്കും. അപ്പൊ അപ്പോഴും ഇത് പ്ലേ ആവും. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അവനെ ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പൊ അവൻ അയ്യോ അത് അലക്സിനോട് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. അതാ ഞാൻ ഇതിപ്പോ അവൻ ഡിസൈൻ ചെയ്തതാണ്. ഇത് ഇവൻ ആനിമേഷൻ ഗ്രാഫിക്സ് മാംഗോന്റെ ലക്ഷ്യം പോസ്റ്റേഴ്സും ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജാമിന്റെ കച്ചവടമാണ്. ചേട്ടാ എന്താണെങ്കിലും മോൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളൂ. ആ ഒരു കോൺഫിഡൻസ് ചേട്ടനുണ്ടാവണം. ശരിക്കും പറഞ്ഞ ഞങ്ങളും ഭയങ്കര ആകാംക്ഷയോട് കാണുന്നുണ്ട്. അവൻ ലോക്ക് ചെയ്തിട്ട് പോകാറ് സാധാരണ. ഇത് കണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതാണ് ജാക്ക് ഡാനിയൽസ്. ജാക്ക് ഡാനിയൽ ലൈറ്റ്. ലൈറ്റ് ഇട്ടപ്പോൾ ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ എന്ന് ഓർക്കണേ. ചേട്ടാ ഇതാ കവർ തന്നെയാണെന്ന് തോന്നുന്നു. അത് കവർ തന്നെ, വിസ്കിയുടെ കവറാണത്. അതാണ് നമ്മൾ ഓരോന്നും ആകാംക്ഷയോടെ. ഇനി കയറാൻ പറ്റൂല, ഇനി കുറച്ച് കഴിയുമ്പോ പൂട്ടു. ഹോം തിയേറ്റർ ആണോ? അത് ചെറിയ നമ്മുടെ ഇത് ചേട്ടന്റെ സ്വന്തം സിനിമ കണ്ടത് ഏതാ? എന്റെ സ്വന്തം സിനിമകൾ ഇവിടെ കാണാറില്ല. എന്റെ അമ്മ വരുമ്പോ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ കണ്ടത് ആന്റണി. മിസ്സായതൊരു മുറിയുണ്ട്. ഓക്കേ, ഇതെന്താ ചേട്ടാ? ഇതും ഇതുപോലെ തന്നെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ താമസിക്കാനുള്ള ഒരു മുറിയാണ്. ഇത്രമാത്രം ഗസ്റ്റുകൾ ഇവിടെ വരാറുണ്ടോ? ആരും കേട്ടാറില്ല. അതാണ് നമ്മുടെ ഒരു ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ അങ്ങനെ തന്നെ അനങ്ങിയിട്ടില്ല ഇതൊന്നും. അതങ്ങനെ വെച്ചേക്കണമെന്നുള്ളൂ. പരമാവധി ഗസ്റ്റുകൾ വരാതിരിക്കാൻ നോക്കും. തമാശയായിട്ട് പറഞ്ഞാൽ നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോൾ താമസിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചേട്ടന്റെ വീട്. ഇനി ഇത്രയാണ് മോളിലുള്ളത്. വളരെ എന്താ പറയാ, സിമ്പിൾ ബട്ട് എലഗന്റ് ഹോം എന്ന് നമ്മൾ പറയില്ലേ, അതാണത് കാണുന്നത്. ബാ ചേട്ടൻ നമുക്കിത് താഴെ പോവാം. ഇത് വെറുതെ ഒരു ചെറിയൊരു സ്ഥലം. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ നമ്മൾ ബാർബിക്യൂ അങ്ങനത്തെ പരിപാടികൾ ചെയ്യും ചിലപ്പോൾ. അതെ, ചേട്ടന്റെ സ്വന്തം സിനിമകളൊക്കെ തിയേറ്ററിലേക്ക് റിലീസ് ഒക്കെ ആവുന്ന സമയത്ത് ചേട്ടന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ചേട്ടാ? അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഏത് സിനിമയാണെങ്കിലും നന്നായിട്ട് വരണേ എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ പ്രാർത്ഥന. എസ്പെഷ്യലി ഇപ്പൊ മത്തൊക്കെ ആണെങ്കിലും ചേട്ടൻ മെയിൻ കഥാപാത്രമാണ്, മെയിൻ ലീഡ് ക്യാരക്ടറാണ്. പക്ഷെ അതിന് നമ്മൾ ഞാൻ പറയും ഈ ആനനെ കണ്ടിട്ട് ആട് കൊതിക്കരുത്. ആടിൻ്റെതായ രീതിയിലുള്ള ഇതുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പ്രതീക്ഷ വെച്ചിട്ടൊന്നുമല്ല. അതിന് പോകാനുള്ളൊരു ഒരു ഏരിയ ഉണ്ട്, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ടിനി എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു വിവാദമായിട്ടുള്ളൊരു റോളത് ആണോ? അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സിനിമ, പക്ഷെ നമ്മുടെ ജീവിതവും സിനിമയിലെ കഥാപാത്രമായിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. അവിടെ എന്നെ കണ്ട് പഠിക്കരുതെന്നാണ് പറയുന്നത്. സിനിമയിൽ നായകനില്ല, ശരിക്കും വില്ലൻ മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവാതിരിക്കാനുള്ള ഒരു വാർണിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനൊരു കാര്യം ചോട്ടെ, ഈ മക്കളെ കുറിച്ച് ഭയങ്കര ആശങ്കയുള്ള ഒരു അച്ഛനല്ലേ ആ സിനിമയില്? അങ്ങനെ ചേട്ടന്റെ സ്വന്തം ജീവിതത്തിലെ മകനെ കുറിച്ച് എന്തെങ്കിലും ഭയങ്കര ടെൻഷനുകളുണ്ടോ? ടെൻഷനൊന്നുമില്ല. എൻ്റെ ഭാഗ്യത്തിന് അവൻ അവൻ്റെതായ രീതികൾ, ഇപ്പൊ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാണ് അവൻ നടക്കുന്നത്. അപ്പൊ മുടി വളർത്തും ചിലപ്പോൾ അവൻ. അപ്പൊ കോളേജിൽ നിന്ന് വിളിക്കും, അവൻ ബാൻഡിൽ പെർഫോം ചെയ്യേണ്ട, നാടകത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. അപ്പൊ ഒരു ശരിക്കും യഥാർത്ഥത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ രീതിയല്ല അവന്റെ. ചേട്ടാ നമുക്ക് അതിന്റെ ഫ്രണ്ടിലേക്ക് പോയാലോ, വീടിന്റെ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ അതാ. ചേട്ടാ ഈ 3 കാറുകളിലെ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാർ ഏതാ? പുറത്തൊരു കിടപ്പുണ്ട്, അത് ഹോണ്ട ബ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള. ഹോണ്ട ബ്രിയോ വൈഫിന്റെ വണ്ടിയാണ്. പക്ഷെ അത് ഞാനും മകനും കൂടെ എടുത്ത് നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
ഓ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ കൂടുതൽ ചെറിയ വണ്ടിയാണല്ലോ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സുഖമുള്ളത്. മനസ്സിലായി. ഈ മസ്താങ് ഏറ്റവും കൂടുതൽ ദൂരം ഓടിച്ചത് എവിടെയായിരിക്കും? ഇത് അങ്ങനെ ദൂരം പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇവിടെ എവിടം വരെ ഓടിച്ചിട്ടുണ്ട്? ഇത് എറണാകുളം അത്രയൊക്കെ ഉള്ളൂ. എറണാകുളം, അങ്കമാലി അത്രയും അങ്കമാലി വരെയൊക്കെ പോയിട്ടുണ്ടോ? ഇത് അത്രേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ശരിയാ. അപ്പൊ അടി ഇടിക്കും, എന്റെ നെഞ്ചിടിക്കും. സ്വാഭാവികം. ചേട്ടൻ ഫ്രണ്ടിലേക്ക് ഇടും കേട്ടോ, അവരാഗ്രഹം കാണാനുള്ള. വാവ്. ഓ മൈ ഗോഡ്, ചേട്ടാ പെടുപ്പിക്കൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മസ്താങ് അല്ലേ? ഇതാണ്. ഇങ്ങനെ അഗ്രങ്ങളിൽ നിന്ന് കാണാൻ, അതിന്റെ ഒച്ച കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അപ്പൊ വൈഫിന് വലിയ താല്പര്യമില്ലാത്തത് കാരണം എന്താ പറഞ്ഞാല്, ഇത് ഓടിക്കുമ്പോ നമുക്ക് ഈ അമ്മാമ്മ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ മോനാണെങ്കിലും ഞാനാണെങ്കിലും ഭയങ്കര സ്പീഡുള്ള പുള്ളിക്കാർക്ക് ടെൻഷനാണ്. സത്യം, സ്വാഭാവികം. അതെല്ലാ സ്ത്രീകൾക്കുള്ള പ്രശ്നം തോന്നണം കേട്ടോ എനിക്ക്. നമ്മുടെ കഥാനായകൻ വന്നല്ലോ. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം കൺഗ്രാറ്റുലേഷൻസ്, ഒരു റൂം ഇത്ര ഗംഭീരമായിട്ടൊക്കെ അടക്കി ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒതുക്കിയിടാറുണ്ട്, പക്ഷെ ഈ ഇടക്കായിട്ടാണ് അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. അച്ഛനും അമ്മയും കൂടെ മറ്റേ പണ്ട് മണിച്ചിത്രതാഴ് സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് മറ്റേ ഗംഗ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് കാണൂലേ? ആ അവസ്ഥയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും. ദേടാ ഇത് നോക്കടാ ഇത് നോക്കടാ എന്ന് പറഞ്ഞാൽ അവിടെ ഓരോന്നും പൊക്കി പൊക്കി എടുക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരോട്. അറിയാമോ? ഒന്നും അടക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. എപ്പോഴവിടെ തന്നെയല്ലേ എന്തവസരം ഡോറ് തുറന്നിട്ട് അപ്പൊ തന്നെ ഉള്ളിൽ കാരണം ശരിക്കും നീ അവിടെ ഫുൾ ടൈം പോയിട്ട് ഇവരെയൊക്കെ പുറത്താക്കിക്കണോ? അല്ല, അവിടെ ചിലപ്പോ വർക്ക് ചെയ്യണായിരിക്കും, ചിലപ്പോ കളിക്കണമെങ്കിൽ പ്രൊജക്റ്റ് എല്ലാം ചെയ്യണായിരിക്കും. അതുകൊണ്ട് സാധാരണ വരണ്ടെന്ന് തന്നെ പറയാറ്. പക്ഷെ കാരണം വന്ന ഒരു ഇപ്പൊ ഒരു രീതിയിൽ ഇരിപ്പില്ലേ, ആരെങ്കിലും ക്ലീൻ ചെയ്താൽ എന്തെങ്കിലും മാറ്റി വെക്കും, പിന്നെ അത് തിരിച്ചു ചെയ്യേണ്ടി വരും, ചെയ്യാൻ നിൽക്കേണ്ടി വരും. അച്ഛൻ പറഞ്ഞു ഫുള്ള് ടാറ്റു ഉള്ള ആളാണെന്ന്. ഒന്ന് കാണിച്ചു തരാമോ? ഇതായിരുന്നു ആദ്യം ചെയ്തത്. ഇത് യോക്കോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാ, വെരി ടാലന്റഡ്, പോപ്പുലർ അത്യാവശ്യം. പിന്നെ ഇത് ബാക്കി ഏലിയൻസിൽ ചെയ്തത്, ഏലിയൻ സ്റ്റാറ്റസ് പത്രി പാലത്ത്. എന്റെ അമ്മ, ഇതെന്ത് ഇതെന്ത് ചങ്ങല് ഫെൻസോ? മറ്റേ ബാർബോയസ് ഇല്ലേ? എന്റെ അമ്മ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവണല്ലേ ചേട്ടാ. ഇത് ജെൻസി കിട്ടാണോ? ഇതെന്താണ് കടിച്ച് സ്വയം കടിച്ചു തന്നിട്ട് അങ്ങനെ അവിടെ ടാറ്റു ചെയ്യാൻ. ബൈറ്റ് മാർക്ക് ഇങ്ങനെ കടിച്ചിട്ട് അവിടെ ഇത് ചെയ്യാൻ പറയും. പിന്നെ കാലുണ്ട്. ഇതൊരു ബ്ലാക്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഈയിടക്ക് തുടങ്ങിയ സ്റ്റുഡിയോ. അവര് പ്രൊമോഷണൽ വർക്ക് ആയിട്ട് ക്യാൻവാസ് തരാവോന്ന് പറഞ്ഞ് അവര് തന്നെ അവർക്ക് നല്ലൊരു കാല് വേണമെന്ന് പറഞ്ഞു വരയ്ക്കാൻ. സ്ട്രിക്റ്റ് അല്ല, ഒരു ഇൻകൺവീനിയന്റ് എന്ന് പറയാം. എന്ത് നല്ല ഭാഷ. ഇതൊക്കെ എന്താ പറയട്ടെ, ഭാര്യ അടുത്ത് മോൻ്റെ ഉള്ളത് തുറന്നു പറയും. അതാ പ്രശ്നം, അവർക്ക് സെൻസറിങ് ഇല്ല, അതാണ് പ്രശ്നം. ആണല്ലേ? എന്ത് ഇൻകൺവീനിയൻസ് ഒക്കെയാണ് ഇവർ ഉണ്ടാക്കാറുള്ളത്? മെയിൻലി പോവെന്ന് പറയും, പോണേന് കുഴപ്പമില്ല, പക്ഷെ എല്ലാ 5 മിനിറ്റ് വിളിച്ചോണ്ടിരിക്കും. പക്ഷെ തിരിച്ചൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ ഫോൺ എടുക്കൂല. ടിനിച്ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? പാപ്പൻ നല്ല സിനിമയായിരുന്നു. പ്രൊഡക്ഷൻ എല്ലാം, സിനിമാറ്റോഗ്രഫി എല്ലാം നല്ലതായിരുന്നു. ഇവനെന്താ മൊത്തം എല്ലാം നോക്കും, അതിന്റെ പ്രൊഡക്ഷൻ എന്താണ്, അവരുടെ ഡയറക്ഷൻ എല്ലാം കൂടി വെച്ചിട്ടാണ്. പോരാ അഭിനയം കണ്ടിട്ട് അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്ത സിനിമ ഏതാണ്? ആ കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അത് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എങ്കിൽ ചിലപ്പോൾ മിക്കവാറും മത്ത് കണ്ടാൽ അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. മത്ത് സോഫാർ പോസ്റ്റർ എല്ലാം കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിന്റെ ഗ്രാഫിക് ഒക്കെ ടേസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇതെന്താ പറഞ്ഞാല് ഇവർക്ക് ഈ മോണിറ്റർ ചെയ്യാണ്ടാണ് ഇവർ പറയണത്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരു പ്രോഗ്രാമിന് ഒരു പ്രാവശ്യം ഇവനെ കൊണ്ടുപോയി. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ ഒരു സംഭവം ചെയ്ത് പറഞ്ഞ് ഇത് തന്നെയല്ല അപ്പുറത്ത് അവതരിപ്പിച്ചത്. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് നമ്മുടെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയമാണ് ഇവർക്ക് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും, ഞങ്ങളുണ്ടാവും ഫസ്റ്റ് ഷോ മത്ത് കാണാനായിട്ട് തിയേറ്ററിൽ. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? ഈ നെയ്ബേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, ഞാൻ അവരെല്ലാരും വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തായാലും ഇവിടെ ഒരു WCC ഉണ്ട്. അപ്പൊ ചേട്ടാ ശ്രദ്ധിച്ച് കണ്ടോ കടക്കണം കേട്ടോ. ഇവിടെ ഒരു ടീമുണ്ട്, നമ്മുടെ എതിർക്കണ ഒരു പെൺപട്ടാളുണ്ട്. അങ്ങനെ. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ടിനിച്ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ. ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, വൈബ്രന്റ് ഫാമിലി. ഈ ഒരു ഹാപ്പിനെസ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ഇനി ഞാൻ ചേട്ടൻ്റെ ഒരു പുതിയ കാർ വാങ്ങിക്കുകയാണെങ്കിൽ ഏതായിട്ടാ വാങ്ങിക്കുക? മോനോട് ചോദിക്കാം.
അവൻ എന്ത് വേണമെങ്കിലും പറയാലോ. അല്ല ഇപ്പൊ എല്ലാ ഒരുമാതിരി എല്ലാ കാറ്റഗറിയിലും ഒരെണ്ണമെങ്കിലും ആയി ഇപ്പൊ. So, ഇനി അങ്ങനെ ആഗ്രഹം വന്നം, ഡെവലപ്പായി വന്നം. ഓട്ടോമാറ്റിക് വണ്ടി മാത്രം ഓടിക്കാനുള്ള ഒരാളാ. റോൾസ് റോയ്സ്. ഓക്കെ, വണ്ടി മാർക്കേ അറിയൂ. അല്ല എനിക്ക് ഉണ്ടായ കൊള്ളാം. ഇവക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടിട്ട് എനിക്ക് അതിന്റെ ഷേപ്പ് ഇവക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള റോൾസ് റോയ്സ് ആണ്. കണ്ടിട്ട് എനിക്ക് ബോച്ചെടുത്ത് എന്ന് പറഞ്ഞ കൊടുക്കൂല ഓടിക്കാൻ. നമുക്ക് ഇനി ഞാൻ എപ്പോഴെങ്കിലും ബോച്ചെ കാണണമെന്ന് പറയാൻ ചേച്ചി. ഒരു ദിവസം ടിനിച്ചേട്ടൻ്റെ കൂടെ കൊണ്ടുപോയി. റോൾസ് റോയ്സ് ഗോൾഡ് കളർ ഗോൾഡ് വേണ്ട. അപ്പൊ ഏതായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. അപ്പൊ ചേട്ടാ മത്തിന് ഓൾ ദി ബെസ്റ്റ്. അതിനാണ് ഏറ്റവും കൂടുതൽ സഹകരണം വേണ്ടത്. വീട് കാണിക്കലല്ല, എനിക്ക് സിനിമയാണ് കാണിക്കേണ്ടത്. വീട് കാണാൻ നിങ്ങളെല്ലാവരും ഈ ഹോം ടൂർ കണ്ട എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ജൂൺ 21 തിയേറ്ററുകളിൽ പോയി മത്ത് സിനിമ കാണണം. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.